ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൈക്രോസ്കോപ്പി പാർട്ട് 7 ആണ്. പാർട്ട് 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അതിന് മുന്നേ പാർട്ട് 6 നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും അതിൻ്റെ 2 ടൈപ്പും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടൈപ്പായിട്ടുള്ള സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പാണ്, അത് നമ്മൾ പാർട്ട് 7 പറയുന്നു, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിൽ നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സർഫസ് ഏരിയ സ്കാൻ ചെയ്യുന്നു, എന്നിട്ട് സിഗ്നൽസിനെ ഡിറ്റക്ടർ വഴി ഐഡൻറ്റിഫൈ ചെയ്ത് ഇമേജ് ഫോം ചെയ്യുന്നു. എന്നാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സ്പെസിമെൻ. അതായത് ആ സെൻറ്റൻസിൽ തന്നെ, അതായത് വേർഡിൽ തന്നെ ഉണ്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഇവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സ്പെസിമെൻ. അതായത് സ്പെസിമെൻ്റെ ഉള്ളിലൂടെയാണ് ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ സർഫസ് ഏരിയ, ആ ഒരു സർഫസ് ഏരിയയാണ് വ്യൂ ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ, അതായത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഓരോ സ്പെസിമെൻ്റെയും ഉള്ളിലൂടെയാണ് ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത് ആണ് ആസ് ദി ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ്. അതായത് ഇവിടെ ഇലൂമിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. ഹൈ സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, അവർക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് ഉള്ളത്. സോഴ്സ് ഓഫ് ദ ഇലക്ട്രോണിനെ നമ്മൾ കാഥോഡ് അഥവാ ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞു. നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് ഈ ഹൈ സ്പീഡുള്ള ഇലക്ട്രോൺസ് വരുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫിലമെൻ്റ് ആണ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് എന്ന് പറയുന്നു. അതായത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഗണ്ണിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൊടുത്ത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മെൽറ്റ് ചെയ്യാൻ പാടില്ല. ഏകദേശം നമ്മളൊരു 3000 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മെൽറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് എമിറ്റ്സ് സ്ട്രീം ഓഫ് ഇലക്ട്രോണിന് അത് എമിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ തെർമോ അയോണിക് എമിഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ബൈ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വെച്ചിട്ട് ആ ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. ദിസ് ഹൈ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നു അവരുടെ വേവ് ലെങ്ത് ടു അപ്രോക്സിമേറ്റ്ലി 0.005 നാനോമീറ്റർ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇലക്ട്രോൺസ് ആണ് ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ്. ഇലൂമിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ വേവ് ലെങ്ത് എത്രത്തോളം ഷോർട്ട് ആവുന്നു അത്രത്തോളം റിസോൾവിങ് പവർ കൂടും. അപ്പോൾ ഇവിടെ അത്രയും അവരെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ കാരണം അവരുടെ വേവ് ലെങ്ത് ഷോർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അതുവഴി റിസോൾവിങ് പവർ കൂടുന്നതിന് വേണ്ടിയിട്ടുമാണ്. ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ടെൻഡ് ടു ഫോളോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് വിത്ത് പ്രോപ്പർട്ടീസ് സിമിലർ ടു ദോസ് ഓഫ് ലൈറ്റ്. നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവർ ലൈറ്റ് പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ഹയർ ദ ടെമ്പറേച്ചർ ഓഫ് ഫിലമെൻറ്റ് ദ മോർ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം അത്രയും ടെമ്പറേച്ചർ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത്രയും ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റിൽ മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത്. എന്തിനാ അത്രയും ടെമ്പറേച്ചർ കൊടുക്കുന്നത്? എത്രത്തോളം ടെമ്പറേച്ചർ കൊടുക്കുന്നോ അത്രത്തോളം ഇലക്ട്രോൺസിന് നമുക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം വോൾട്ടേജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് അവിടുത്തെ വേവ് ലെങ്തിനെ കുറക്കാനും പറ്റും. വേവ് ലെങ്ത് കുറയുമ്പോൾ, അതായത് ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ് ഓഫ് ഷോർട്ട് വേവ് ലെങ്ത് ആകുമ്പോൾ റിസോൾവിങ് പവർ കൂടുന്നു. ഇനി ഈ ഹോൾ സെറ്റപ്പിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു വാക്വം
ട്യൂബിലാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺ ബീമിൻ്റെ മൂവ്മെൻറ്റിന് വാക്വം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഹോൾ സെറ്റപ്പ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് എന്തിലാണ്? ഒരു വാക്വം ട്യൂബിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കാഥോഡ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യുന്നു? ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ ദ കാഥോഡ് റേ ട്യൂബ് ആൻഡ് റീച്ച് ദി കണ്ടൻസർ ലെൻസ്. അതായത് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കണ്ടൻസർ ലെൻസിലോട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടൻസർ ലെൻസിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോൺസ് എത്തുന്നു. പിന്നെ ഇവിടെ എന്താ, ഗ്ലാസ് ലെൻസസ് അല്ല, പകരം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള കണ്ടൻസർ ലെൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ കണ്ടൻസർ ലെൻസ് ഈ വന്ന ഇലക്ട്രോൺസിനെയൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഫോക്കസ് ചെയ്യുന്നു അവരെ ഒബ്ജക്റ്റിലോട്ട്, അഥവാ സാമ്പിളിലോട്ട് എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. ആ സമയം ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഗെറ്റ് ഇലൂമിനേറ്റഡ് ബൈ ബ്രോഡ് ബീം ഓഫ് ഇലക്ട്രോൺസ്. ആ വന്ന ഇലക്ട്രോൺസ് വഴി സാമ്പിൾ get illuminated. Then most of the electrons passes through the object. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ഒബ്ജക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ എല്ലാ കേസ് പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ബട്ട് സം ഗെറ്റ് സ്കാറ്റേഡ്. പക്ഷെ ചില ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഇനി ആ സ്കാറ്റർ ചെയ്യാത്ത അഥവാ ഡയറക്ട്ലി ട്രാൻസ്മിറ്റഡ് ത്രൂ ദി സ്പെസിമെൻ, അങ്ങനത്തെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നു സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് അവരെവിടെ എത്തുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് ഒബ്ജക്റ്റീവ് ലെൻസിലെത്തുന്നു. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഗണ്ണ് വന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടൻസർ ലെൻസിലൂടെ എന്ത് ചെയ്തു? അവർ സാമ്പിളിലോട്ട് എത്തി. സാമ്പിളിൻ്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എവിടെ എത്തി? ഇലക്ട്രോ മാഗ്നറ്റിക് ഒബ്ജക്റ്റീവ് ലെൻസിലെത്തുന്നു. അവിടെ വെച്ച് ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡയറക്റ്റ് മാഗ്നിഫൈഡ് ആൻഡ് റിയൽ ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്റ്റ് ഇമേജ് അവിടെ ഉണ്ടായി. എന്നിട്ട് ആ ഇമേജിനെ ഫെർദർ മാഗ്നിഫിക്കേഷൻ നടത്തുന്നത് ആരാണ്? പ്രൊജക്ടർ ലെൻസാണ് ആ ഇമേജിനെ ഫെർദർ മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രൊജക്ടർ ലെൻസ് എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു. ഫൈനൽ ആയിട്ടുള്ള ഇമേജിനെ ഈ ഫ്ലൂറസൻസ് സ്ക്രീനിലോട്ട് എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്ന് ഇലക്ട്രോൺസ് ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടൻസർ ലെൻസ് വഴി വരുന്നു. കണ്ടൻസർ ലെൻസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്തിട്ട് സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. ദ സാമ്പിൾ ഗെറ്റ് ഇലൂമിനേറ്റഡ്. എന്നിട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സ്പെസിമെൻ റീച്ചസ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഒബ്ജക്റ്റീവ് ലെൻസ്. അവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇമേജ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് ഈസ് ഫെർദർ ഗെറ്റ് ഫെർദർ മാഗ്നിഫിക്കേഷൻ നടക്കുന്നു. ആര്? പ്രൊജക്ടർ ലെൻസാണ് ചെയ്യുന്നത്. പ്രൊജക്ടർ ലെൻസ് പിന്നീട് എന്ത് ചെയ്യുന്നു? ഫൈനൽ ആയിട്ടുള്ള ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു ഈ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള സ്ക്രീനിലോട്ട്. ഇനി ചില കേസിൽ ഈ സ്ക്രീൻ അല്ല ഉണ്ടായിരിക്കുക, പകരം ഒരു ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഫിലിം വിത്ത് ക്യാമറ അറ്റാച്ച്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുക. ചില കേസിൽ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഫിലിം വിത്ത് ക്യാമറ അറ്റാച്ച്മെൻറ്റ് ഫോർ റെക്കോർഡിങ് ദി ഇമേജിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഫിലിം വിത്ത് ക്യാമറ അറ്റാച്ച്മെൻ്റ് ആണ് ചില കേസിൽ ഉണ്ടായിരിക്കുക. അത്തരം കേസുകളിൽ ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫ് എന്ത് ചെയ്യുന്നു? ആ ഫിലിമിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഫൈനൽ ഇമേജ് ക്യാൻ ബി മാഗ്നിഫൈഡ് അപ് ടു ഏകദേശം ഒരു 50,000 ടൈം നമുക്ക് മാഗ്നിഫൈ ചെയ്യാനും പറ്റും. ക്യാമറ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഫർദർ മാഗ്നിഫൈ ഇറ്റ് എബൌട്ട് 4 to 10 ടൈംസ് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ്ഡ് ആയിട്ടുള്ള സർഫസ് ഓഫ് ദ സ്പെസിമെൻ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഏരിയ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സ്പെസിമെൻ്റെ ഉള്ളിലൂടെയല്ലേ ഇലക്ട്രോൺസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിമെൻ്റെ ഉള്ളിൽ ഡെൻസർ ആയിട്ടുള്ള റീജിയനും ഉണ്ടാവും, തിന്നർ റീജിയനും ഉണ്ടാവും. ഡെൻസർ റീജിയനിലൂടെ എന്ത് ചെയ്യില്ല? ഇലക്ട്രോൺസ് പാസ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ സ്കാറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെൻസർ റീജിയൻ ഇൻ ദ സ്പെസിമെൻ സ്കാറ്റർ ചെയ്യുന്നു മോർ ഇലക്ട്രോൺസിനെ. അതുകൊണ്ട് അവർ ഡാർക്കറായിട്ട് ആ ഏരിയ അപ്പിയർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പെറൻറ്റ് റീജിയൻ അഥവാ തിന്നർ റീജിയൻ ഇൻ ദ സ്പെസിമെൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ കടത്തിവിടും. ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നു? അപ്പിയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ ആ പാത്ത് അഥവാ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ദെൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ സാമ്പിളാണ്. അപ് ടു റെസൊല്യൂഷൻ ഓഫ് 6 lakh x ആണ്. അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നിഫൈ ചെയ്യാൻ പറ്റും ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ സാമ്പിളിനെ. ഇനി ജനറേഷൻ ഓഫ് ഇൻഫോർമേഷൻ എബൌട്ട് അൾട്രാ സ്ട്രക്ചറാണ്. അതായത് സെൽ മെംബ്രെയിൻ, ഇൻട്രാ സെല്ലുലാർ ജംഗ്ഷൻസ്, സെൽ ഓർഗനൽസ്, ദെൻ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൻ്റെയൊക്കെ അൾട്രാ സ്ട്രക്ചർ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മോർഫോളജി ഓഫ് വൈറസ് ആണ്. ഏതൊക്കെ വൈറസ്, പോക്സ് വൈറസ്, ഫെയ്ജ്, പാപ്പോ വൈറസ് തുടങ്ങിയവയുടെയൊക്കെ മോർഫോളജി ഐഡൻറ്റിഫിക്കേഷൻ. ഇനി എലൂസിഡേഷൻ ഓഫ് സ്ട്രക്ചർ ആണ്. എന്തിൻ്റെ, ബാക്ടീരിയൽ, ഫ്ലജല്ല, ഫിംബ്രിയെ, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെരി എഫിഷ്യൻറ്റ് ഹൈ ക്വാളിറ്റി ഇമേജാണ് വിത്ത് ഹൈ ക്ലാരിറ്റി. ഇനി അവർക്ക് പെർമനൻറ്റ് ഇമേജസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷനാണ് ഇവർക്കുള്ളത്. ഏകദേശം നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 million times ആണ് ഇവർക്ക് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കിത് ഈസിയാണ്, ട്രെയിൻ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ ഈസിയാണ് ടെം. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെം പക്ഷെ വളരെ എക്സ്പെൻസീവാണ്. നമുക്ക് ആലോചിക്കാം, അത്രയും റിസോൾവിങ് പവർ, അത്രയും മാഗ്നിഫിക്കേഷൻ പവറൊക്കെ ഉള്ളൊരു മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഇതെന്താണ്, പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. ആൻഡ് അത് വളരെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ബിഗ് സൈസാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദ സ്പെസിമെൻ ടു ബി വ്യൂഡ് അണ്ടർ ടെം ഈസ് വെരി ടീഡിയസ്. അതായത് നമ്മൾ ടെം മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്നതിന് മുന്നേ, സ്പെസിമെൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് 4 മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്പെസിമെനെ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഒരു 20 to 100 നാനോമീറ്റർ തിക്നെസ് തിന്നാക്കി വേണം നമ്മളിവിടെ സ്പെസിമെനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. എന്നാലേ നമുക്ക് ടെമ്മിലൂടെ അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിമെൻ പ്രിപ്പറേഷൻ കണ്ട ഒരു 4 മെത്തേഡ്സ് ഉണ്ട്. ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്കൊരു ഷോർട്ട് എസ്സേ ചോദിക്കുകയാണെങ്കിൽ, ടെമ്മ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വരുമ്പോൾ സമയം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ സെമ്മ് എഴുതണം, നിങ്ങൾക്ക് ടെമ്മ് എഴുതണം. അപ്പോൾ നിങ്ങൾ സ്പെസിമെൻ പ്രിപ്പറേഷൻ ഒന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട. ടെമ്മ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം സ്പെസിമെൻ പ്രിപ്പറേഷൻ ടെമ്മിലത്തെ നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. അതിന് വേറെ നോട്ട് വേണമെങ്കിൽ ഞാൻ വേറെ ക്ലാസ് ആക്കി ഇടാവുന്നതാണ്. ഇതിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് റിക്വയർ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ഇൻഫ്ലോ ഓഫ് വോൾട്ടേജ് ആണ്. ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലോ ഓഫ് വോൾട്ടേജ് അത്യാവശ്യമാണ്. ഇനി അതുപോലെ ഇവിടെ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ് ഈ ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. വൈബ്രേഷനോടും ഇലക്ട്രോ മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സിനോടൊക്കെ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഇവർ യൂസ് ചെയ്യുമ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, അതായത് വൈബ്രേഷനും ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇവർ എക്സ്പോസ് ചെയ്യാതെ വേണം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് 7 പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 വരെയുള്ള പാർട്ട് 6 വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ടൊക്കെ ഇത് കാണുകയാണെങ്കിലാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം കണക്റ്റഡാണ്, തമ്മിലെല്ലാം കണക്റ്റഡാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.